ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റാൽ ഉടൻ തന്നെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. നമ്മുടെ ചെന്നൈയിലൊക്കെ മഴ ഒക്കെ ആണെന്നൊക്കെ അറിഞ്ഞു. അതിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇവിടെ മഴയൊന്നും പെയ്തില്ല, ഭയങ്കര കാറ്റായിരുന്നേ. രാവിലെ തന്നെ ടി വിയിൽ പാട്ടിട്ടേക്കായിരുന്നു. അപ്പോൾ അത് കണ്ട് ഞാനിങ്ങനെ കളിക്കായിരുന്നു. എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ കളിക്കുക എന്നൊരു അസുഖമുണ്ട്, മിക്ക ആൾക്കാർക്കും കാണും ഗൈസ്. ഞാൻ അങ്ങനെയായിരുന്നു, പണ്ട് മുതലേ അങ്ങനെയായിരുന്നു. പാട്ട് കേട്ട അവിടെ ഞാൻ കളിക്കും കേട്ടോ. ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് രാവിലെ ഇന്ന് ലേറ്റായിട്ടാണ് എണീറ്റ കേട്ടോ. എനിക്കിന്ന് കുറച്ച് നേരം എനിക്ക് ഉറങ്ങാൻ പറ്റി. അപ്പോൾ ഞാൻ അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് അടുക്കളയിലോട്ട് വന്നു. അമ്മയുടെ മക്കളെ കൈ ചീത്താവൂന്നേ കണ്ട. അയ്യേ, എൻ്റെ ദേഹത്താണ് ഇടണത് തേക്കുന്നത്. എൻ്റെ ദേഹത്താണ്. രാവിലെ തന്നെ മോനും കൂടെയുണ്ട്. അവർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമ്മുടെ ഈ പ്രായത്തിൽ. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇനി ഡേ കെയറിലൊക്കെ ആക്കി തുടങ്ങുമ്പോൾ എനിക്ക് വിഷമാവും. കൂടെ നിന്നിട്ട് പോകുമ്പോഴേ അത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴേ സങ്കടം വരും. സങ്കടം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾക്കും അവർക്ക് കളിക്കണം, അവർക്ക് ഫ്രണ്ട്സിനെ കിട്ടണം, പുതിയ ടോയ്സും അങ്ങനെയൊക്കെ വെച്ച് കളിക്കുമ്പോൾ പുതിയൊരു അന്തരീക്ഷത്തിൽ പോകുമ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കും. അതൊക്കെ ആലോചിച്ചാണ് ഞാനൊന്ന് സമാധാനപ്പെടുന്നത് കേട്ടോ. എല്ലാ അമ്മമാരും ഇങ്ങനെയായിരിക്കും. ആദ്യം കൊണ്ടാക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. മോനെ ആദ്യം കൊണ്ടാക്കിയപ്പോൾ ഞാൻ കരഞ്ഞു കേട്ടോ. അപ്പം ആളെ കൊണ്ടുവിട്ടപ്പോൾ നന്ദുക്കുട്ടിയെ ആദ്യം സ്കൂളിൽ കൊണ്ടുവിട്ടപ്പോൾ നേഴ്സറിയിൽ കൊണ്ടുവിട്ടപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നേരം അവിടെ തന്നെ നിന്നു എന്നിട്ടൊക്കെയാണ്. അപ്പം എനിക്കറിയാം ആ ഫീലിംഗ് അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇറക്കി വിട്ടു കേട്ടോ. വീണ്ടും വരും, കൈ കഴുകാൻ വേണ്ടി ഇറക്കി വിട്ട് അപ്പം ചേട്ടൻ കഴുകി കൊടുക്കും. അങ്ങനെ പോയി കൈ കഴുകുക. പിന്നെ നമ്മളിന്ന് ദോശയാണ് ഉണ്ടാക്കണത്. ഇപ്പം ഞാൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു മോനെ. അതാകുമ്പം അവൻ കഴിക്കും. നെയ് റോസ്റ്റ് ഇങ്ങനെ നൈസായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവന് ഇഷ്ടമാണ്. അപ്പം ഇഷ്ടമാണെങ്കിലും ഒത്തിരി സമയം എടുക്കും കേട്ടോ. കുഞ്ഞല്ലേ, ചവച്ച് ഒത്തിരി സമയം എടുക്കും. ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ താമസമുള്ളൊരു ജോലി. അങ്ങനെ അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ഇന്നലെ തന്നെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം മോൻ്റെ അടുത്ത് കൈയെല്ലാം കഴുകാൻ പറഞ്ഞ് മാറ്റി നിർത്തി. എന്നാലിപ്പോൾ വീണ്ടും ചേറിട്ട് വരും. പാട്ടിട്ട് കൊടുത്തിട്ടും ഇപ്പം പാട്ട് കാണണ്ട, ടി വി കാണണ്ട, അമ്മയുടെ കൂടെ നിൽക്കാം, ദോശ ഉണ്ടാക്കണം എന്നൊക്കെയാണ് പറയണത് കേട്ടോ. പാട്ടിനോടും ടി വിയുടെ കൂടെയൊക്കെയുള്ള താല്പര്യം കുറഞ്ഞു. കാണും, അങ്ങനെ കാണില്ല എന്നല്ല. ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവനും കൂടി കയറി വരും. പാത്രം കഴുകാനാണെങ്കിലും കയറി വരും. എനിക്കും കഴുകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ വെള്ളമാക്കും. അങ്ങനെയൊക്കെ. അങ്ങനെ ആദ്യം ദോശ ഞാൻ പരത്തി കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഉണ്ടാക്കിയിട്ട് ആൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ. പിന്നെ നമുക്ക് ചമ്മന്തിയോ ഇന്നലത്തെ സാമ്പാർ കുറച്ചിരിപ്പുണ്ട്, അതെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ വീണ്ടും വന്നിട്ടുണ്ട് ചേറിട്ട്. നെയ്യ് ഡയറക്റ്റ്ലി തട്ടിയപ്പോൾ തന്നെ കുറച്ച് കൂടിപ്പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എല്ലായിടത്തും സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. അത് ചുട്ടെടുക്കുകയാണ്. ദോശ കൊടുക്കാൻ കുറേ സമയം എടുത്തു കേട്ടോ. ഞാനൊരു മണിക്കൂറോളം എന്തായാലും എടുത്ത് കാണും. ഭയങ്കര താമസം. അങ്ങനെയാണ് കഴിച്ചത്. ഓടി ചാടിയൊക്കെ കിടന്ന് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട്. എന്നാലും ഫുള്ളും ഒന്നും കഴിക്കുകയില്ല. പിള്ളേർ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഏറ്റവും പാടായിരിക്കും. പിന്നെ അവർ വയറ് നിറഞ്ഞില്ലെങ്കിൽ അവർ എല്ലാത്തിനും ഒരു വിഷമവും സങ്കടവും കരച്ചിലും പിണക്കവും ഒക്കെ ആയിരിക്കും. അവർക്കത് അറിയാൻ പറ്റില്ല. പക്ഷേ കഴിച്ചില്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കേട്ടോ. വയറ് നിറഞ്ഞാൽ കുറച്ച് അവർക്ക് ഒരു വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവർ ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ട് നടന്നോളും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ദോശ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ. എങ്ങനെയാണെന്ന് എനിക്ക് മാത്രം അറിയാം. നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കുട്ടികൾ വന്നിട്ട് അവർക്കും ഉണ്ടാക്കണം. അയ്യോ, കഷ്ടപ്പെട്ടാണ് ഞാൻ 2-3 ദോശ ഉണ്ടാക്കിയെടുത്തത്. ചൂടെടുക്കണം പൊന്ന, ചെറിയ ചൂടുണ്ട് പൊന്ന.
അങ്ങനെ ദോശ ഉണ്ടാക്കി ചായയാക്കി. ടി വിയിൽ പാട്ടിട്ടേക്കായിരുന്നു, ഞാനതുകൊണ്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോപ്പി റൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സൗണ്ട് മാറ്റിയതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്കും പാട്ട് കേൾക്കായിരുന്നു. സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ. രാവിലെ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു എനർജിയാണ്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ജോലിയും ചെയ്യാൻ പറ്റും കേട്ടോ. അടുക്കളയിൽ തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് നല്ല എനർജിക്കായിട്ടുള്ള പാട്ടൊക്കെ ഇട്ട്, അല്ലെങ്കിൽ സങ്കടമുള്ള പാട്ടായിരിക്കുകയാണെങ്കിൽ ഭയങ്കര ശോകമായിരിക്കും, ജോലി ചെയ്യുമ്പോഴും ഭയങ്കര സ്ലോ ആയിരിക്കും. അങ്ങനെ ഇടരുത്, കുറച്ച് എനർജിയുള്ള പാട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റാത്ത ജോലി നമുക്ക് ഭയങ്കര സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും, നമ്മൾ ഡാൻസ് കളിച്ച് പാട്ടൊക്കെ ഇട്ട് ചെയ്താൽ നമ്മൾ ജോലി തീരും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബോറടി ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റും, നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും ആ സമയത്ത്. അങ്ങനെ ആയിരിക്കും കേട്ടോ, ട്രൈ ചെയ്യണേ. പിന്നെ ഒരു ചായയും ദോശയും സാമ്പാറുമായിട്ടൊരു പിടുത്തം പിടിച്ചു. അപ്പോഴാണ് ഒരു ആശ്വാസമായത്, പകുതി ആശ്വാസമായത് ആ മൽപ്പിടുത്ത ദോശയാണ്, അത് ഇങ്ങനെ ഇളകി കിടക്കുന്നത്. പിന്നെ നമ്മളിന്ന് ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി വെച്ചിട്ട്, പിന്നെ ഞായറാഴ്ചയും കൂടിയല്ലേ, അപ്പോൾ നമുക്കത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം ഞാൻ കുറച്ച് ചിക്കനെ എടുത്തോളൂ, എനിക്കൊണ്ട് ഇതൊരു 1/2 കിലോ എങ്ങാണ്ടേ ഉള്ളായിരിക്കും കേട്ടോ. വാങ്ങിച്ചിട്ട് ഞാൻ കുറച്ച് ഇപ്പോഴും വെച്ച് അടുത്ത ദിവസത്തിനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബിരിയാണിക്ക് അത്ര ചിക്കൻ വേണ്ടല്ലോ, കുറച്ച് പീസല്ലേ, അതുപോലെ പെട്ടെന്ന് ആവുകയും വേണം. നമുക്ക് ലേറ്റ് ടൈമാണ്, ഇപ്പം തന്നെ 12 മണിയായി കേട്ടോ. പിന്നെ തൈരും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്യണം. 12 മണിയായി ഞാനത് തുടങ്ങിയപ്പം തന്നെ. അപ്പോൾ ലേറ്റ് ആകും, കൂടുതൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ വീണ്ടും ലേറ്റ് ആവും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്ത്, പിന്നെ കാശ്മീരി മുളക് പൊടിയിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണുണ്ട്. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും, പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ 1/2 മണിക്കൂറേ വെച്ചുള്ളൂ. ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ വിചാരിച്ചിട്ട് ഇത് നന്നായിട്ട് വന്നാൽ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ. കാരണം നിങ്ങളുടെ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലപ്പെട്ടതാണല്ലേ. ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അത് പാളിപ്പോവാതിരിക്കണം ഉണ്ടല്ലോ. അപ്പോൾ എനിക്കിത് സൂപ്പറായിട്ട് തോന്നിയാൽ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ എന്ന് ഞാൻ അപ്പോഴേ വിചാരിച്ചേട്ടോ. പക്ഷേ സൂപ്പറായിരുന്നു ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേച്ചി സിസ്റ്ററിനും കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആളും പറഞ്ഞു നല്ല സൂപ്പറാണ്, നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ റെസിപ്പി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു കാണാമെന്നെങ്കിലും ഇത് പറയണ്ടല്ലോ, അതാകുമ്പോൾ നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ആൾക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വീട്ടിലെല്ലാവർക്കും. എൻ്റെ മോനൊക്കെ ആണെങ്കിലും കുറച്ച് കൊള്ളില്ലെങ്കിൽ അമ്മ കൊള്ളൂരെന്ന് തന്നെ പറയും കേട്ടോ. അപ്പോൾ അവർക്കും നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മളൊരു കുക്കർ വെച്ചു. ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട്, സവാള ഭയങ്കരമായിട്ട് മൂക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന്, ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീണുണ്ട് ഗൈസ്, ക്ഷമിക്കുക കേട്ടോ. നമ്മൾ ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പില കിട്ടി, അതും കൂടി ആഡ് ചെയ്ത്. കുറച്ച് ദിവസം കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ, ഇപ്പം പിന്നെ വീണ്ടും നമുക്ക് എടുത്തിട്ട് വന്നു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ്. പേസ്റ്റ് എന്ന് വെച്ചാൽ അത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുന്ന പേസ്റ്റ് ആയിട്ടില്ല. പേസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഓയിലും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്ത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്കറൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുക്കറിലായിട്ട് ജസ്റ്റ് അടച്ച് വെച്ചതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് നന്നായിട്ടൊന്ന് വാടി കിട്ടിയേ. നമ്മൾ വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്തത്. നമ്മുടെ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് 2 തക്കാളിയൊക്കെ ആഡ് ചെയ്യണം. ഞാനിപ്പം കുറച്ച് ഇതേ എടുത്തിട്ടുള്ളൂ. തക്കാളി കൂടിപ്പോയാലും അതിൻ്റെ ഒരു പുളി രസം കൂടി നിൽക്കും, അങ്ങനെ ചെയ്യരുതേ. നമ്മൾ സവാള എത്ര എടുക്കുന്നു അതനുസരിച്ച് വേണം നമ്മൾ തക്കാളി ഇടാം. അപ്പോൾ ഞാനിപ്പോൾ സവാള കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 3-4 സവാള എടുത്തു. അപ്പം ഒരു തക്കാളിയാണ് ഞാൻ ഇട്ടത്. അപ്പം നമ്മുടെ പുളി കറക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഞാനൊരു 1/2 സ്പൂണേ ഇട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്ത് വെച്ചിരുന്നു എത്രയാണ് ഇടുന്നത്. ഇല്ലെങ്കിൽ ഞാനൊരു മനക്കണക്കാണ്, ഇത്ര സവാളയ്ക്ക് നമുക്കൊരു ഊഹം കാണുമല്ലോ ഇത്ര ഇട്ടാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത്, പിന്നെ മുളക് പൊടിയാണ് ആഡ് ചെയ്യണത്. അങ്ങനെ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇടയ്ക്ക് കുറച്ച് വെള്ളം കുടിച്ചാണ്. എന്നിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യണത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കണം. അടച്ചു വെച്ചില്ലെങ്കിൽ വേണ്ട, നമ്മൾ ചിക്കൻ 1/2 മണിക്കൂറായി കേട്ടോ. ഇപ്പോൾ
അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാണ്. നമ്മളിപ്പോൾ 1 മണിക്കൂറൊക്കെ വെക്കണമെങ്കിൽ അത് നന്നായിരിക്കും. പിന്നെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണേ. അപ്പം ചിക്കൻ ഇപ്പം അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഇത് നമ്മൾ ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം അരിയുന്ന സമയത്ത് ചിക്കൻ ഇരുന്ന് അരമണിക്കൂറായി. 1 മണിക്കൂറൊക്കെ വയ്ക്കാൻ പറ്റുമെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അങ്ങനെ ഇതും കൂടി നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് ഒന്ന് കുറച്ച് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചില്ലേ ആ വെള്ളം കുറച്ച് അത് ഒഴിക്കുന്നുണ്ട്. അതും കൂടി ആ മിക്സി ഒന്ന് കഴുകി അതും കൂടി ഒഴിക്കണം. എന്നിട്ട് നമ്മൾ അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം നമ്മൾ എന്തായാലും ഒഴിക്കണം, ചിലപ്പോൾ അടുക്കി പിടിച്ചാലോ. നമ്മുടെ ചിക്കനിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒഴിക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ മിക്സിയിലുള്ള ആ ഒരു കൂട്ടില്ലേ അരച്ചതും കൂടി ഒഴിച്ചിട്ട് കേട്ടോ. പിന്നെ ഉപ്പിട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഉപ്പാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വയ്ക്കുകയാണ് ചെയ്യണത്. അടച്ച് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുക. നിങ്ങളുടെ കുക്കറിലൊക്കെ 1 വിസിൽ കേട്ടാൽ മതി കേട്ടോ. എൻ്റെതിൽ ഞാൻ 2 വിസിൽ കേൾപ്പിച്ചു. ഇത് സ്റ്റീൽ കുക്കർ, ഇതിൻ്റെ പാകം എനിക്കറിയാം, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിതിൽ 2 വിസിൽ കേൾപ്പിക്കണം. നിങ്ങളുടെതൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് വേഗമാണെങ്കിൽ 1 മതി, അല്ല താമസിച്ചാണെങ്കിൽ 2 വിസിലൊക്കെ അതിൽ കേൾപ്പിക്കണം. ചിക്കൻ്റെ വേഗം അനുസരിച്ചിരിക്കും. നാടൻ ചിക്കൻ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ 1 വിസിലൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ഞാനൊരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ നട്ട്സ് മാത്രം ഞാനൊന്ന് വറുത്തെടുത്ത്, ഞാൻ മറ്റേ ഇതിട്ടില്ല, മുന്തിരിയൊന്നും ഇട്ടില്ല, ഇത് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് വെച്ചു. അതിന് ശേഷം നമ്മൾ കുക്കറിൽ ചിക്കൻ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 വിസിൽ അടുപ്പിക്കേണ്ടി വന്നേ കേട്ടോ. ഞാൻ 3 വിസിൽ അടുപ്പിച്ചു. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ചിക്കൻ മാത്രം ഒന്ന് കോരി മാറ്റുകയാണ് ഒരു പാത്രത്തിലോട്ട്. ഇത് കുറച്ച് പാടെന്നൊക്കെ തോന്നും കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ പാട്ടൊക്കെ വെച്ച് ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ക്ഷീണം മാറാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ റേഡിയോയിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ വെച്ചാലും മതി. നമുക്ക് സൂപ്പറായിട്ട് ആ സമയത്ത് നല്ലൊരു എനർജി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെയാണ്. കാരണം എനിക്ക് ഡാൻസും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ എന്നറിയില്ല. അല്ല, എല്ലാവർക്കും പാട്ടും ഡാൻസൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളമില്ലേ, ചിക്കൻ വേവിച്ച ഗ്രേവി, അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. നിങ്ങൾക്ക് ഒരു കുക്കറും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റേണ്ടി വരില്ല, അതിൽ തന്നെ വയ്ക്കാം. അതിൽ തന്നെ വയ്ക്കാം. പക്ഷേ എൻ്റെ ഇവിടുത്തെ കുക്കറിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്, ഈ റൗണ്ടിൽ വെക്കുന്ന ഈ കറുത്ത സംഭവമില്ലേ, വളയം, ആ സംഭവം കാണാനില്ല. അപ്പോൾ എനിക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് സമയം കുറച്ച് കൂടുതലെടുത്തത്. പിന്നെ ശേഷം നമ്മൾ ആ കുക്കറിൽ നെയ്യ് ഒഴിച്ച് നമ്മൾ മറ്റേ ഈ ഗ്രാമ്പൂ ഇതൊക്കെ ഇടുകയാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒരു 3 ഇട്ടു. പിന്നെ പെരിഞ്ചീരകം ഇട്ടു. പിന്നെ പിന്നെ എന്തായിട്ട് മറ്റേ ഈ സ്റ്റാർ പോലത്തെ സാധനം ഇല്ല, അതിൻ്റെ ഒരു 2 അല്ലി, അത് പൊട്ടിച്ച് 2 ഇട്ടുള്ളൂ കേട്ടോ. അത് 2 ഇട്ടു. ഞാനിത് കണക്കൊക്കെ നോക്കി വെച്ചിരുന്നു. പിന്നെ ശകലം പെരിഞ്ചീരകമാണ് ഇട്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ആ ലീഫ് കിട്ടുമല്ലോ, ആ സംഭവം ഇട്ട് കൊടുത്തേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരി കുതിർത്ത് വച്ചിരുന്നു. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക്, ഞാൻ ഇത് ബസ്മതി റൈസാണ്, 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ആ നെയ്യിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കിടണം ഈ റൈസ്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും റോസ്റ്റാക്കാൻ സമയമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് നോക്കി. എന്നിട്ട് ഈ ഗ്ലാസ്സിലാണ് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തത്. അപ്പോൾ ആ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പം ഈ ചിക്കൻ്റെ നമ്മുടെ വേവിച്ച ആ ഇതില്ലേ, അതിൻ്റെ 2 ഗ്ലാസ് വെള്ളം എനിക്ക് അതിൽ നിന്ന് കിട്ടി. 2 അല്ല 3 ഗ്ലാസ് വെള്ളം എനിക്ക് അതിൽ നിന്ന് കിട്ടി. പിന്നെ 1 ഗ്ലാസ് ചൂടുവെള്ളവും കൂടിയാണ് ഞാൻ ചേർത്തത് കേട്ടോ. അങ്ങനെ 3 ഗ്ലാസ് അതിൽ നിന്നും കിട്ടി. പിന്നെ 1 ഗ്ലാസ് നമ്മൾ ചൂടുവെള്ളവും കൂടി ഒഴിച്ചു. നമ്മൾ ഈ ചിക്കൻ കറിയാണെങ്കിൽ ഈ ഗ്രേവി അതുപോലെ എടുക്കുമല്ലോ. ഇതിപ്പം ചിക്കൻ്റെ നമ്മൾ ബിരിയാണി ആയതുകൊണ്ട് അങ്ങനെ വെക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അല്പമേ ഇട്ടുള്ളൂ, കൂടുതലിടണ്ട കേട്ടോ. ഒരു ആവശ്യത്തിനിടുക, നമ്മൾ എത്ര ഉണ്ടാക്കുന്നോ അതനുസരിച്ച്. എന്നിട്ട് അടച്ച് വെച്ച് സാധാ കുക്കറിലാണെങ്കിൽ 1 വിസിൽ മതി കേട്ടോ ബസ്മതി റൈസ്. എൻ്റെ ഈ കുക്കറിൽ 2 വിസിൽ കേൾക്കണമായിരുന്നു. അപ്പോൾ ഞാൻ 2 വിസിൽ അടുപ്പിച്ചു. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സവോള അരിഞ്ഞെടുത്തു. പിന്നെ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തു കേട്ടോ. ഇഞ്ചി എനിക്കിങ്ങനെ പൊതുവെ കട്ട് ചെയ്തിരുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല, കാരണം അത് കടിക്കുമ്പോൾ ഒരുമാതിരി തോന്നത്തില്ലേ. ചതച്ചിടുമ്പോൾ അതിൻ്റെ ഒരു സത്ത് നമുക്ക് ഈ സലാഡിൽ വരും. പിന്നെ ഞാൻ ഇട്ടത്, പച്ചമുളക് ഇട്ടു, അങ്ങനെ തൈരും ഇട്ടു. അങ്ങനെ അപ്പം തന്നെ ഞാൻ ക്ഷീണിച്ചിട്ടോ, ഒരു പരുവായി. പിന്നെ അവിടെ പാട്ടിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. അതിന് മുന്നേ അവർ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലി പെട്ടെന്ന് തീർന്നത്. അങ്ങനെ
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ കളിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. ഏത് പാട്ടാണ് നിങ്ങൾ ഗസ് ചെയ്യണം. ഞാൻ കോപ്പി റൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് പാട്ട് മാറ്റിയത്. അങ്ങനെ ഒരുവിധം ഫുഡ് അവിടെയൊക്കെ ആയി. അപ്പം നമ്മുടെ ഈ ഫ്രൈസ് ഒരു 2 വിസിൽ കേട്ടു കേട്ടോ. ആ സമയം കൊണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കുഴഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ കറക്റ്റ് 2 വിസിൽ കേൾപ്പിച്ചു. എനിക്കറിയാം എൻ്റെ കുക്കറിൻ്റെ ആ ഒരു വേഗം നാരങ്ങയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ടും അടിപൊളിയായിട്ട് വന്നേ. നന്നായിട്ട് റൈസ് നല്ല ഞാൻ ടേസ്റ്റ് നോക്കുകയാണ്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ മാറ്റി വെച്ചില്ലേ, അത് ഇടുകയാണ്. ദമ്മിന് പകരം ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് വീണ്ടും ആദ്യം റൈസ് ഇട്ടു, പിന്നെ ചിക്കൻ ഇട്ടു, വീണ്ടും റൈസ് ഇട്ടു, വീണ്ടും ചിക്കൻ ഇട്ടു. അങ്ങനെ ഞാൻ വീണ്ടും ടേസ്റ്റ് നോക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം വീണ്ടും അതിനിടയ്ക്ക് നല്ല വിഷം കേട്ടോ. മണി ഇപ്പം 2 മണിയായി കേട്ടോ. ഞാൻ കഴിച്ചപ്പോൾ 3-3:30 ആയി. കാരണം കുറച്ചും കൂടി എല്ലാം ഒന്ന് ക്ലിയർ ആക്കി വരാനേ. അങ്ങനെ എന്നിട്ട് നമ്മുടെ റൈസ് വീണ്ടും ഇട്ടു. എന്നിട്ട് ഞാൻ കുറച്ച് നമ്മുടെ മല്ലിയിലയും പുതിന ഇലയും കൂടി കുറച്ചെടുത്ത് അതും കൂടി ആഡ് ചെയ്യും, അതിൻ്റെ മേലിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ എന്താണ് നട്ട്സ് വറുത്ത് വെച്ചിരുന്ന അതും കൂടി ഇട്ടു. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഗൈസ്. ഞാൻ കള്ളം പറയാനല്ല, സീരിയസ്ലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കണമെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നന്നായിട്ട് വരികയും ചെയ്യും. വെന്ത് കുഴയാതെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എന്നിട്ട് ഞാനിത് ദമ്മൊന്നും ചെയ്തില്ല. അതിന് പകരം ഞാൻ നല്ല ചൂടോടെ തന്നെ ഇതിനെ കാസ്ട്രോളിൽ വെച്ച് നല്ല അടച്ച് വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി നമ്മുടെ കഴിക്കുന്ന സമയമാണ്. സൂപ്പറായിട്ട് കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും പ്ലേറ്റും എടുത്ത് നിപ്പുണ്ട് അടുത്ത് തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും കഴിച്ചു കേട്ടോ നന്നായിട്ട്. അങ്ങനെ ഞാൻ റൈസൊക്കെ എടുത്തു, സാലഡ് എടുത്തു, ഒരു മുട്ട എടുത്തു. പപ്പടമൊന്നും കഴിച്ചില്ല കേട്ടോ. ഈ റൈസ് മാത്രം ഇങ്ങനെ കഴിക്കാൻ തന്നെ സൂപ്പറായിരുന്നു കേട്ടോ. സാലഡ് ഇഞ്ചിയുടെ ആ ഫ്ലേവർ അടിപൊളിയായിരുന്നു കേട്ടോ. പച്ചമുളകും ആ ഇഞ്ചി നമ്മൾ ചതച്ചല്ലേ ഇട്ടത്, അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. മുട്ടയും കൂടി. പിന്നെ ഈ ഡാൻസ് കളിച്ചതിൻ്റെ ക്ഷീണം ഗൈസ് തളർന്നു പോയി. പിന്നെ നിങ്ങളപ്പോൾ ഇനി ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. സത്യമായിട്ട് ഞാൻ കൊള്ളാമെങ്കിലേ കൊള്ളാമെന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത്. ചിക്കൻ വെന്തു, നല്ല സോഫ്റ്റ് ആയിരുന്നു. കുഞ്ഞിനെ കിടത്തി ഉറങ്ങി, നല്ല സോഫ്റ്റ് ആയിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. കടയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം ഞാൻ കഴിച്ചിട്ട് അവരെ നോക്കാനുണ്ടായിരുന്നു. അപ്പം പിന്നെ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരെ നിർത്തിയിട്ട് പോകാനും പറ്റില്ല, എല്ലാവരും കൂടി പോയാലേ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ എല്ലാവരും റെഡിയായി. അപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നേ. ഭയങ്കര തലവേദന എന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഈ വണ്ടി കയറുമ്പം ചില സമയത്ത് എനിക്ക് കാറിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഇപ്പം ആ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നേ. ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക്. ഭയങ്കര കുഞ്ഞ് വന്ന് അമ്മ പിടിക്കുമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഭയങ്കര മാനേജ് ചെയ്യാൻ ഭയങ്കര പാടെങ്കിൽ. നമുക്ക് ഈ മൈഗ്രെയിൻ ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ ഗൈസ്. എന്നാലും ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നമുക്ക് നാളെ കാണാം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു. ലവ് യു ഓൾ. ബൈ.